മറഞ്ഞ നിലക്ക് തങ്ങളുടെ റബ്ബിനെ പേടിക്കുന്ന ആളുകൾ, മറഞ്ഞ നിലക്ക് റബ്ബിനെ പേടിക്കുന്ന ആളുകൾ, ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ കബീർ, അവർക്ക് മഗ്ഫിറത്തുണ്ട്, അള്ളാഹു അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കും, വഅജ്റുൻ കബീർ, വലിയ പ്രതിഫലമുണ്ട്. അപ്പം അള്ളാഹുവിനെ മറഞ്ഞ നിലക്ക് പേടിക്കുക, അതാണ് ഒരാളുടെ ഈമാൻ്റെ അടിസ്ഥാനം. അതാണ് ഈമാനുള്ള ഒരാളും മുനാഫിക്കും തമ്മിലുള്ള വ്യത്യാസം. അള്ളാഹുവിനെ അദൃശ്യമായ മാർഗത്തിൽ പേടിക്കുക. എന്താണ് അദൃശ്യമായ മാർഗത്തിൽ പേടിക്കുക എന്ന് പറഞ്ഞാൽ? ആരുമില്ലാത്ത സമയത്ത് അള്ളാഹുവിനെ സൂക്ഷിക്കും, ഒറ്റക്കാവുന്ന സമയത്ത് അള്ളാഹുവിനെ സൂക്ഷിക്കും. അങ്ങനെയുള്ള ആളുകളാണ് ഇന്നല്ലദീന യഖ്ശൂന റബ്ബഹും ബിൽ ഗൈബ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് അവർക്ക് ഇഖ്ലാസ് ഉണ്ടാകും. കാരണം അള്ളാഹുവിനെ ആത്മാർത്ഥമായി പേടിക്കുന്ന ഒരാൾ അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് അമൽ ചെയ്യുന്നത്. ആളുകൾ കണ്ടാലും കണ്ടിട്ടില്ലെങ്കിലും അവർ ചെയ്യുന്ന അമൽ സ്വാലിഹാത്ത് അവർ ചെയ്തുകൊണ്ടിരിക്കും. അതല്ല, നാലാൾ കൂടുമ്പോൾ നമ്മൾ ദീനിൻ്റെ വലിയ ആവേശം ഉള്ള ആളാണ്, ദീനിൻ്റെ കാര്യങ്ങളൊക്കെ അഭിപ്രായം പറയാൻ നമുക്ക് നല്ല താല്പര്യമുണ്ട്, തർക്കിക്കുന്നുണ്ട്. പക്ഷേ ഒറ്റക്കായാൽ വൈദാ ഖലാ ബിമഹാരിമില്ലാഹി ഇൻതഹക്കഹ, ഒറ്റക്കായാൽ ഹറാമുകൾ നമ്മൾ എന്താ പറയുക, നിർബാധം നിർലോഭം ചെയ്യുന്നവരാണ്. അങ്ങനെയാണെങ്കിലോ അള്ളാഹുവിനെ പേടിക്കുന്നില്ല. ഈ സ്വഭാവം അഥവാ രഹസ്യ ജീവിതത്തിൽ അള്ളാഹുവിനെ പേടിക്കുക എന്നുള്ളത്, അതാണ് ഒരാളെ അയാൾ മുഅ്മിനാണ് എന്ന് ഉറപ്പിക്കുന്ന കാര്യം. അല്ലാത്ത കാര്യങ്ങൾ ഒരു മുനാഫിക്കിന് ചെയ്യാൻ പറ്റും, സംസാരിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് ചില മുൻഗാമികൾ പറഞ്ഞത്, അഅ്മാലുൽ ബിർ, സൽക്കർമ്മങ്ങൾ എന്ന് പറയുന്നത് യഫ്അലുഹൽ ബർറു വൽ ഫാജിർ, നല്ലവരും തെമ്മാടികളും ചെയ്യും. എന്നാൽ മാസിയത്തുകൾ ഉപേക്ഷിക്കുക എന്നുള്ളത് അത് സിദ്ദീഖായ ഒരാൾ മാത്രമേ ചെയ്യുകയുള്ളൂ. സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ എന്താ? ഉറച്ച വിശ്വാസമുള്ള ആൾ, ഈമാനിൽ യഖീനുള്ള ആളുകൾ, അവർ മാത്രമേ ഹറാമുകൾ ഉപേക്ഷിക്കുകയുള്ളൂ. ഇത് നമ്മുടെ നിത്യജീവിതത്തിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, അല്ലെ? നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഈമാൻ ഇല്ലാത്ത ആളുകളും മുന്നിലുണ്ടാവും. ഒരു നോമ്പൊക്കെ വന്നാൽ നാട്ടിൽ അള്ള ഇല്ല എന്ന് പറയുന്ന പാർട്ടിയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളും ഉണ്ടാവും. പള്ളിയിൽ നോമ്പ് തുറക്കും, അതുപോലെ തന്നെ പിന്നെ ചിലപ്പോൾ ഖിയാമുൽ-ലൈലിന് വരെ പള്ളിയിലുണ്ടാവും. ആ ഖിയാമുൽ-ലൈൽ കഴിഞ്ഞിട്ട് അവിടെ ചായ ഉണ്ടാവും. ചിലപ്പോൾ ചായ കിട്ടാഞ്ഞിട്ടല്ല, പക്ഷെ നാലാളെ കൂടെ ഇരുന്ന് ചായ കുടിക്കലുണ്ട്, സൊറ പറയലും, അതൊക്കെ ആയിരിക്കും ഉദ്ദേശം. അങ്ങനെ നിഷേധികളായ ആളുകളെ വരെ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുമ്പിലുണ്ടാവും. തൗബ ചെയ്ത് മടങ്ങുന്ന ആളുകളെ കുറിച്ചല്ല പറയുന്നത്. റമദാൻ ആകുമ്പോൾ തൗബ ചെയ്യുന്ന ആളുകൾ അവരെ കുറ്റം പറയല്ല. പക്ഷേ തൗബയൊന്നും ചെയ്യാതെ തന്നെ അവരുടെ നിഷേധമൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ എന്തു ചെയ്യും? ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സജീവമായിരിക്കും. പക്ഷെ ഹറാമായ കാര്യങ്ങൾ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാലോ അത് ഈമാൻ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മുടെ ഈമാൻ അളക്കാനുള്ള ഒരു വഴിയാണ് ഈ ആയത്ത്. ഇന്നല്ലദീന യഖ്ശൂന റബ്ബഹും ബിൽ ഗൈബ്, മറഞ്ഞ വഴിയിൽ, അഥവാ ആരും ഇല്ലാത്ത സമയത്ത് അള്ളാഹുവിനെ എത്ര സൂക്ഷിക്കുന്നുണ്ട് അതിനനുസരിച്ചാണ് ഒരാളുടെ ഈമാൻ, അതിനനുസരിച്ചാണ് ഒരാളുടെ സ്ഥാനം, അള്ളാഹുവിൻ്റെ അടുക്കലുള്ള സ്ഥാനം. ഒരു കഥ സാധാരണ പറയാറുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് സംഭവിച്ചൊരു കഥ. ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ നടക്കുമ്പോൾ ഒരു വീട്ടിൽ നിന്ന് സംസാരം കേൾക്കും, ഒരു ഉമ്മയും മകളും തമ്മിൽ. പാല് വെക്കുന്ന ആളുകൾ കേട്ട് മടുത്തതായിരിക്കും കഥ. ഈ കഥ വൈഫാണ്, പക്ഷേ വളരെ വൈഫല്ല, ഒരു ചരിത്ര സംഭവം എന്നുള്ള നിലക്ക് പറയാവുന്നതേ ഉള്ളൂ. അങ്ങനെ അവർ സംസാരിക്കുന്നത് കേൾക്കും. ഉമ്മ മകളോട് പറയാണ് പാലിൽ കുറച്ച് വെള്ളം ചേർക്കാൻ. സാധാരണ പാലിൽ വെള്ളം ചേർത്തിട്ടാണ് പാൽ വെക്കുന്ന ആൾക്കാർ വിളിക്കുന്നത് സാധാരണഗതിയിൽ, ഇല്ലാ മൻ റഹിമല്ലാഹ്, ഇന്നും അന്നും. അപ്പോൾ അതിൽ ആരാണ് കൂടുതൽ വെള്ളം ചേർക്കുന്നത് എന്നതിലാണ് തർക്കം. അങ്ങനെ കുറച്ച് കൂടുതൽ വെള്ളം ചേർക്കാനാണ് ഉമ്മ പറയുന്നത്. അപ്പോൾ മകള് സമ്മതിക്കൂല. ഉമ്മ പറയും, എന്തിനാണ് പേടിക്കുന്നത്, നമ്മൾ ആരാണ് കാണുന്നത്, ഉമർ ഇവിടെ ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ ഉമർ റളിയല്ലാഹു അൻഹു അന്ന് നിയമങ്ങളൊക്കെ വളരെ കണിശമായി നടപ്പിലാക്കിയിരുന്നു. അപ്പോൾ ആരും കാണുന്നില്ലല്ലോ എന്നതിന് പകരം ഉമർ കാണുന്നില്ലല്ലോ എന്നാണ് ഉമ്മ പറയുന്നത്. വേറെ ആരെയും പേടിക്കാനില്ല, ഉമർ ആണെങ്കിൽ എല്ലാ സ്ഥലത്തും എത്തുന്നുണ്ട്, അപ്പോൾ ഉമർ ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ ഈ മകള് പറയും, വൈലം യറന ഉമർ ഫഇന്ന റബ്ബ ഉമർ യറാന, ഉമർ കാണുന്നില്ലെങ്കിലും ഉമറിൻ്റെ റബ്ബ് നമ്മളെ കാണുന്നുണ്ട്. ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത് സെയ്ദ് ബിൻ അസ്ലം എന്ന് പറയുന്ന താബിഇയാണ്. അദ്ദേഹത്തിൻ്റെ ഉപ്പയായ അസ്ലം എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നാണ് ഉദ്ധരിക്കുന്നത്. ഈ അസ്ലം എന്ന് പറയുന്ന ആൾ ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന ആളാണ്. പക്ഷേ സെയ്ദ് ബിൻ അസ്ലം ചില കഥകളൊക്കെ ഉപ്പാൻ്റെ അടുത്തുനിന്ന് ഉപ്പ പറയുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്തത് ലൈഫായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കളവ് പറയുന്നതല്ല, ഇദ്ദേഹം മറ്റാളുകളിൽ നിന്നായിരിക്കും ആ സംഭവം കേട്ടിരിക്കുക. അത് ഉപ്പയിലേക്ക് ചേർത്തി പറഞ്ഞിട്ടുണ്ട്. അത് മാറിപ്പോയതായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കാം. കാരണം സെയ്ദ് ബിൻ അസ്ലം എന്ന് പറയുന്നത് ഇമാമാണ്, അദ്ദേഹം കള പറയുന്ന ആളല്ല, തഫ്സീറിൻ്റെ കാര്യത്തിലൊക്കെ ഇമാമായിട്ടുള്ള ആളാണ്. ഇങ്ങനെ ചെറിയൊരു പ്രശ്നം ഈ ഹദീസിൽ, ഈ കഥയിലുണ്ട്. എന്നാലും ഒരു കഥ എന്നുള്ള നിലക്ക് അത് നമുക്ക് പറയുന്നതിന് കുഴപ്പമില്ല. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ആലോചിച്ച് നോക്കുക,
ഇതാണ് അവസ്ഥ. നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ഇതുപോലെ ആളുകൾ കാണാത്ത സാഹചര്യം കിട്ടിയാൽ, അവസരങ്ങൾ കിട്ടിയാൽ എന്തൊക്കെ ഹറാമുകൾ ചെയ്യുന്നുണ്ടാകും. ഓരോരുത്തർക്കും അറിയാം അവനവൻ്റെ അവസ്ഥ, ഏത് മേഖലയിലാണ് ഇത്തരം തെറ്റുകൾ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പം അതൊക്കെ നമ്മുടെ ഈമാൻ കുറക്കുന്ന കാര്യങ്ങളാണ്. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ് എന്ന് പറഞ്ഞ ഈ സ്ഥാനത്ത് നിന്ന് നമ്മളെ താഴേക്ക് നമ്മളെ അധപ്പതിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അത്തരം കുറവുകളൊക്കെ പരിഹരിച്ച് അള്ളാഹുവിനെ രഹസ്യത്തിലും പരസ്യത്തിലും സൂക്ഷിച്ച് ജീവിക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. സൂറത്ത് റഹ്മാനിൽ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ തുടങ്ങിയത് എങ്ങനെയാണ്? വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ. അതുപോലെ സൂറത്ത് നാസിഅത്തിൽ ഫഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവ. അള്ളാഹുവിനെ പേടിക്കുക, മറഞ്ഞ നിലക്ക് പേടിക്കുക എന്നുള്ളതാണ് നമ്മുടെ സ്ഥാനം നിശ്ചയിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അങ്ങനെ അവനെ പേടിക്കുന്ന ആ അവസ്ഥ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.